നിങ്ങൾ എന്ത് വീഡിയോ കുഞ്ഞായിരിക്കണല്ലേ എല്ലാരും ജോസ്റ്റേട്ട ഇപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാം എടുക്കുന്നത്. ജോസ്റ്റേട്ട ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ആ കണ്ണാടി വ്യൂ പോയിന്റ് ആണ് ഞങ്ങളെ കണ്ണാടിയുടെ അകത്തൊരു ക്യാമറ ഉണ്ട്. അതിനാണ് കഴിച്ച് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ക്യാമറ നമ്മള് വ്ളോഗ് എങ്ങനെ എടുത്താ ഇവിടെ മറ്റേ വണ്ടി ബൈക്ക് പൾസർ ബൈക്ക് നമുക്ക് കണ്ണുകൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റുന്നോ അതെല്ലാം ഞങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരും കഴിച്ചു. ഞങ്ങൾ എവിടെയൊക്കെ നോക്കണോ അതെല്ലാം നിങ്ങൾ കാണുന്നത്. അതെങ്ങനെയെന്നല്ലേ ഈ കണ്ണാടി കാണുന്ന വെച്ചാൽ ബാത്റൂം മുമ്പ് ഞാൻ കണ്ണാടി വെച്ച് ഇങ്ങനെ നിൽക്കാൻ കഴിച്ചു. ബാത്റൂമിൽ പോകുമ്പോ ഇങ്ങനെ ഒഴിയുമ്പോ ഇങ്ങനെ നോക്കി ആർക്കാദ്യം വേണം? ആനി നിനക്കില്ല, നിനക്ക് അവസാനം തരും. ആനി കഴിച്ചു. ആനിയുടെ വ്യൂ പോയിന്റ് ആണ് ആനിയുടെ വ്യൂ പോയിന്റ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ ഡ്രസ്സില്ലാത്ത രീതിയിൽ കാണല്ലേ ഒന്നും കാണുന്നില്ല, ഒന്നുമില്ല. അപ്പൊ ഓഫായി കാണും. എനിക്കെല്ലാം കാണാം. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ ഒരു കാര്യം CCTV മാറ്റി ഞാൻ പിടിച്ച അവിടെ തൂക്കിയിടും. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. ആനി നേരെ നോക്കിയിട്ട് കണ്ണിങ്ങനെ നോക്കും. നമുക്ക് ഡാൻസ് കളിച്ചാലോ? അനച്ചാ കണ്ട ഞങ്ങളുടെ ക്യാമറ ഒന്നുമില്ല ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ക്യാമറ. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. താഴത്തെ വ്യൂ ഉണ്ടോ എല്ലാവരും? ഇവിടെ നിന്ന് സത്യം പറഞ്ഞ വ്യൂ നൈസ് ആയിരിക്കും കേട്ടാ. അതെ അമ്മ നിങ്ങളെ യൂട്യൂബിൽ കാണാം ഇപ്പൊ വീഡിയോ വരുമ്പോ. കണ്ണാടി ക്യാമറ നിങ്ങളെ മൂക്കിനകത്ത് വരെ യൂട്യൂബിനകത്ത് കാണാൻ. അപ്പൊ നമ്മളിപ്പോ ഫ്യൂൽ അടിക്കാൻ പോകണം. എന്താ ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇത്ര ആരിലൂടെ എന്തിനാണ് ചാവി എടുത്തിട്ടോ? നമ്മളിപ്പോ ഫ്യൂൽ അടിക്കാൻ പോകുന്നു. അനഞ്ച വണ്ടി എടുക്കുന്നുണ്ട്. അനീഷ് ചെരുപ്പെടുത്ത്. എന്റെ ചെരുപ്പെടുത്ത് ഓടിക്കാൻ പറ്റത്തില്ല എനിക്ക്. കേറ്. മുടി കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഫുൾ ടാങ്ക് കാടുണ്ടോ എന്തോ അടിച്ചടിച്ച് എന്ന് വെച്ച് പൈസ ഒന്നും ഇല്ലല്ലോ. പൈസ അതിലുള്ള ബില്ലാണ്. വീടുണ്ടാ എന്ത് വീട്? അയ്യോ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യാൻ പോടാ. ഇപ്പൊ എല്ലാവർക്കും ഡൗട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്യണേന്ന്. ഞാൻ സംഭവം ഇന്റീരിയർ ഡിസൈനിങ് ആണ് പഠിക്കുന്നത്. എന്താണ് പഠിക്കുന്നത്? അതെ ഇന്റീരിയർ
ഡിസൈനിങ്. എനിക്ക് കുറേ വർക്കുണ്ട് ഗൈസ്. ഡെയിലി വർക്ക് ഞാൻ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇങ്ങനെയല്ല, ഇത് കുറേ ഷീറ്റുണ്ട്. ഇതെല്ലാം ഷീറ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതൊരു അപ്പാർട്ട്മെന്റിന്റെ പ്ലാനാണ്. ഇത് ഞാൻ വരച്ചു തുടങ്ങിയതേ ഉള്ളൂ, കുറച്ച് മുന്നേ വരച്ചതായിരുന്നു. ഇതിനി വരയ്ക്കണമെങ്കിൽ ബാക്കി അളവ് വേണം, എൻ്റെ കയ്യിൽ അളവില്ല. ഒരു വിശാലമായ സ്ഥലത്തിരുന്ന് എനിക്കില്ലേ ഈ കണ്ണാടി വെച്ചിരിക്കണോണ്ട് സംസാരിക്കുമ്പോൾ നേരെ സംസാരിക്കണം. ഇങ്ങനത്തെ ഒരു നല്ലൊരു വ്യൂവിലിരുന്ന് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു സുഖം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം. ഞാൻ ഇതുവരെയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി നമ്മൾ ഇവിടെ ഇരുന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം ഇന്ന് ലീവ് ആയതുകൊണ്ടാണ്. അല്ലേ വാവയ്ക്ക് ഇന്ന് ലീവല്ലേ? ട്യൂഷനുണ്ടോ? ട്യൂഷന് പോകുന്നില്ലേ? പിന്നെ എന്താ ട്യൂഷന് പോകാത്ത? പഠിക്കണ്ടേ? പഠിച്ചൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യണ്ടേ വല്ലതൊക്കെ? അയ്യേ, എല്ലാം വീഡിയോ റെക്കോർഡാണ്. ഓക്കെ, വാവ എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. വാവയുടെ ബിഹേവിയർ ഒക്കെ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവ ഇടയ്ക്കിടയ്ക്ക് അഭിനയിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. നമ്മൾ എന്തൊക്കെ ആപ്പാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ CAD യൂസ് ചെയ്യും, സ്കെച്ചപ്പ് യൂസ് ചെയ്യും, അഡോബി ഇലസ്ട്രേറ്റർ യൂസ് ചെയ്യും, ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യും, എല്ലാം യൂസ് ചെയ്യും. ഇതിൻ്റെ ക്ലയൻറ്റ് എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ണാടി വെച്ചോണ്ടാണെന്ന് പറഞ്ഞത് എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്ത് എഴുതിയിരുന്നെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ കാണുന്നത് ഇവിടുത്തെ വ്യൂ ഒക്കെ ഭയങ്കര സൂപ്പറാണ്. രാവിലെ എണീറ്റ് എഡിറ്റ് ചെയ്ത് വല ആക്കിയാൽ മതി. വേറെ കളറാക്കി എന്നിട്ട് ഒന്നുകൂടെ സ്പൈഡർമാൻ ആക്കും. ഞാൻ താഴെ നിൽക്കാം. അവനൊരു ക്യാപ്റ്റൻ അമേരിക്ക ആക്കും. എന്തിയാണ്ടി? Ready 1 2 3 set. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പറന്നു പോ. Ready 1 2 3 set. ഫണ്ണി സ്പൈഡർമാൻ എക്സ്പീരിയൻസ് ആണ് ഗയ്സ്. നമ്മൾ ഇതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ? ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ നടന്ന് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്നാൽ മതിയല്ല, ക്യാമറ പിടിച്ച് നടക്കണ്ടല്ല. വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത് ഈ സാധനം, സീറ്റ് ബെൽറ്റ്. ഇങ്ങനെ വലിക്കുക, ഇതിൽ കൊണ്ടിടുക. ഓക്കെ, നമുക്ക് 360 ഉണ്ട്. നമുക്കിപ്പോൾ 360 ഒന്നും വേണ്ട. നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്നെന്ന് വെച്ചാൽ, അതായത് കാറിൽ പോകുന്ന ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഇതാണ് കാർ. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഗ്ലാസ് ഇല്ലേ, നമുക്ക് റിഫ്ലക്ഷൻ ഗ്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് 360 ഡിഗ്രി. ഗ്ലാസ് വേണോ? വയ്ക്കണോ? ഇപ്പം ഞാൻ പറയണ എല്ലാം ചെയ്യുമ്പോ അച്ചാച്ചൻ്റെ ഇപ്പോൾ വിശക്കുന്നു. സ്നാക്സോ ഫ്രൂട്ട്സോ എന്തെങ്കിലും എടുത്തിട്ട് വരുമാ. ശരി, ഇങ്ങ് വാ, ഗ്ലാസ് വേണ്ടേ? അപ്പോൾ நல்ல வேலைப்பா, யாரும் பார்க்கல. ஒரு orange எடுத்துட்டு வா. பிஸ்கட் எடுத்துட்டு வா. ഞാൻ കഴിക്കാൻ എടുത്തിട്ട് നീ കൊടേ തരല്ലേ. പട കഴിക്കാൻ എടുത്തിട്ട് അമ്മ ഒന്ന് നോക്കണേ. എന്താ ഇവിടെ ചെയ്യണം? ചെയ്യരുത് മോളെ, സംഭവത്തിനൊന്നും ഇതൊക്കെ എപ്പം പഠിക്കാൻ സമയമുണ്ടല്ലോ. എന്തോന്ന് സമയം? ഒരു കുടുംബജീവിതത്തിൽ പോകുമ്പോ പഠിച്ചാ പോരാ. നീ ഇതെല്ലാം തിന്നുമാവേ, ഇതെല്ലാം ഇടാ. നമുക്ക് കൊങ്ങനം കാണിക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ. കാത്ത് മേലെ, കാത്തിന് കീഴേ, കാത്തിന് സൈഡിൽ, കാത്തിന് റൈറ്റിൽ. എനിക്ക് നല്ല പോലെ മാഗി ഉണ്ടാക്കാൻ അറിയാം. ഇല്ലേ അമ്മ? മാഗി ഉണ്ടാക്കാൻ
നല്ലതായിട്ടുണ്ടായിരിക്കണം ഈ ടേസ്റ്റ് ചെയ്ത് നോക്കി. അല്ലെങ്കിൽ അഴുകി പോവായിരുന്നു. അത് വീഡിയോ എടുക്കണേ. അപ്പൊ ഇത് വെച്ചിട്ട് പോയി വീട് ഫുൾ കണ്ടിട്ട് ചേച്ചി സംസാരിച്ചാലും കേക്കും. പുതിയ ഡൈനിങ് ടേബിള് ആദ്യം പിന്നെ സ്കെൽറ്റായിട്ടായിരുന്നു. ഒന്നും കാണാൻ പറ്റില്ല. കണ്ണടി വെച്ച് ഇങ്ങനെ കാണും. ഒന്നും കാണാൻ പറ്റില്ല. വീട്ടിൽ കയറിയപ്പോ സർപ്രൈസ് ഇല്ല. എന്തെന്നറിയാമോ, എല്ലാ ദിവസവും ഇങ്ങനെ കാണുന്നു. എപ്പൊ മമ്മീനെ പപ്പനെ വിളിച്ചാല് അടാ ക്ലോക്ക്. ഈ ഡൈനിങ് ടേബിള് കിട്ടും നിങ്ങളുടെ വീട്ടിലുള്ളത്. എങ്ങനെയാണ് തുറക്കണം? അതിങ്ങനെ അവിടെ. ആന്റി നമ്മൾ നാളെ അപ്പവും മുട്ടക്കറിയേ ഞാൻ ഉണ്ടാക്കാം. അതെനിക്കറിയേണ്ട ആവശ്യമില്ല. അപ്പവും മുട്ടക്കറിയേ അത് ഞാൻ എങ്ങനെ നോക്ക്, താഴെ നോക്ക്. ഇത് നോർമൽ വീട് പോലെ തന്നെ. നോക്ക്, യാത്ര വാങ്ങിച്ചു കൊടുത്തേ, എന്നാലും ആ പ്ലാസ്റ്റിക് കവറിൽ വെക്കണ ആ ഒരു സ്വഭാവം മാറത്തില്ല. ഈ ഫ്രീസറിൽ ഫുള്ള് ഇല്ലേ മറ്റേ ഇംഗ്ലീഷുകാരുടെ യോഗട്ട് ചോക്ലേറ്റ്സ് ഇവിടെ വാങ്ങിക്കാം. അതോടെ എന്റെ മമ്മിയോട് ആദ്യം അവിടെ ഇരിക്കുന്ന വലിയ ചൂരെടുത്തു. ഗൈസ് നമ്മൾ ഇപ്പൊ ഫുഡ് കഴിക്കുവാണ്. കറി മീന്. ലാസ്റ്റ് മെസ്സേജ് ആരും നോക്കിയാലാ? മെയിൻ അക്കൗണ്ടിലാണ്. മെയിൻ അക്കൗണ്ട് ലാസ്റ്റ് മെസ്സേജ് ആരും നോക്കാം. ഗൈസ് കണ്ടോ ഗൈസ്, ബിൻചേട്ടൻ ഭയങ്കര പാവമാണ്. ഗേൾസിനാർക്കും മെസ്സേജ് അയക്കത്തില്ല. കണ്ടോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഉല്ലാസഗായികേ നിന്നായകനീ